എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ഇംഗ്ലീഷിലെ സെൻറ്റൻസുകളുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സെൻറ്റൻസുകൾ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ് ഈസ് കോൾഡ് എ സെൻറ്റൻസ്. അതിനെ ചുരുക്കി നമുക്ക് എങ്ങനെ പറയാം? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മേക്ക് കംപ്ലീറ്റ് സെൻസ്. കംപ്ലീറ്റ് സെൻസ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു കൂട്ടം വാക്കുകളെ ഏറ്റവും മീനിങ് രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകുന്നു? സെൻറ്റൻസുകളാകുന്നു. മീനിങ് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യണം, അല്ലാത്തതിനെ സെൻറ്റൻസുകളെന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം മീനിങ് ഫുള്ളായ രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന വാക്കുകളുടെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റൻസുകൾ എന്നുള്ളത്. അപ്പോൾ സെൻറ്റൻസുകളെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കുകയാണ്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് വിളിക്കാം. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ, ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളാം. അസേർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ള ഓർഡറിൽ പറഞ്ഞു പോകുന്ന സെൻറ്റൻസുകളില്ലേ, അത്തരം സെൻറ്റൻസുകളാണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ച് പറയുന്ന, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റേറ്റ് ചെയ്യുന്ന തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയാനുണ്ട്. ഈ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളിനകത്ത് വരുന്ന മറ്റൊരു ഏരിയയാണ്, അതിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകൾ. അതിലൊരു എക്സാമ്പിൾ നോക്കിയേ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് കൂടിയാണ്, അല്ലെങ്കിൽ അഫർമേറ്റീവ് കൂടിയാണ്. എന്തുകൊണ്ടാണ് ഞാനിതിനെ പോസിറ്റീവ് എന്ന് പറയുന്നത്? ഇതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് വരുന്നില്ല. അപ്പോൾ ആരൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, നെവർ, നെയ്തർ, നോർ, നണ്ണ്, നോട്ട് അറ്റ് ഓൾ. ഇത്ര നെഗറ്റീവ് വേർഡ്സാണ്. ഇനി സെമി നെഗറ്റീവ് വേർഡ്സ് ആയ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, ഫ്യൂ, ലിറ്റിൽ, സെൽഡം പോലെയുള്ള സംഗതികൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് എന്താകുന്നു? നെഗറ്റീവായി പോകുന്നു. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന സംഗതിയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകൾ. ഓർത്തിരിക്കുക. ഒരു പോസിറ്റീവ് സെൻറ്റൻസ് എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്? അതിനകത്ത് നോ, നോട്ട്, നെവർ, നെയ്തർ പോലെയുള്ള സംഗതികൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി ഒക്കെ വരുമ്പോഴാണ്, ഫ്യൂ, ലിറ്റിൽ, സെൽഡം ഒക്കെ വരുമ്പോഴാണ് നെഗറ്റീവായി പോകുന്നത്. ഇത് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനകത്താണ് വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇൻ്ററോഗേഷൻ, ചോദ്യം ചെയ്യുക. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ 2 തരം ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനുകളും. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അറിയാം, ക്വസ്റ്റ്യൻ വേർഡുകളായ വാട്ട്, വിച്ച്, വെന്ന്, വൈ, ഹൂ പോലെയുള്ള ചോദ്യവാക്കുകളിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകൾ. ഹൂ, വാട്ട്, വിച്ച്, വെന്ന് പോലെയുള്ള ചോദ്യവാക്കുകളിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നവ. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യനുകളുണ്ട് ഇതിനകത്ത്. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യനുകൾ? ഓക്സിലറി വെർബുകളായ ആരൊക്കെയാ? ഓക്സിലറി വെർബുകളായ ഈസ, മാറ്, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, യൂസ്ഡ് ടു, നീഡ്, ഡെയർ എന്നിങ്ങനെയുള്ള ഓക്സിലറി വെർബുകളിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന തരം സെൻറ്റൻസുകളുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യനുകൾ. ഇത് രണ്ടും ഏത് കാറ്റഗറിയിൽ പെടും? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ ആൾ ദാ വരുന്നു, ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ. ആരാണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ. എന്താണ് ഇമ്പരേറ്റീവ്? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആജ്ഞകൾ അല്ലെങ്കിൽ അപേക്ഷകൾ. കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, വാണിംഗ്, പ്രയർ, പീസ് ഓഫ് അഡ്വൈസ്. ഇത്തരം സംഗതികളാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ എന്നറിയപ്പെടുന്നത്. ഇതിനൊരു പ്രത്യേകത, ഇവയ്ക്ക് സബ്ജക്റ്റ് ഇല്ല. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും, ഇവയ്ക്ക് എന്തില്ല? സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രത്യേകത ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന
ആ സെൻറ്റൻസുകളാണ്, എന്തിനെങ്കിലും കുറിച്ച് സ്റ്റേറ്റ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. രണ്ടാമത് പറഞ്ഞ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്താണ്? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ചോദ്യവാക്കിലോ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ഇത് ഇമ്പരേറ്റീവുകൾ, ഇവയ്ക്ക് സബ്ജക്റ്റ് ഇല്ല, വെർബിലായിരിക്കും മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. കണ്ടില്ലേ, സിറ്റ് ഡൗൺ, ഓപ്പൺ ദ ഡോർ, മേ ഗോഡ് ബ്ലെസ് യു, ഫർഗീവ് മൈ സിൻ, ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ പെടും? ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ കാറ്റഗറിയിൽ പെടും. ഓക്കെ ആണല്ലോ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് സഡനായിട്ടുണ്ടാകുന്ന അത്ഭുതങ്ങൾ, ആശ്ചര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണേ. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളായിരിക്കും. ഇല്ലെങ്കിൽ ഈ സഡനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റുകളൊക്കെ കാണിക്കുന്ന ചില വാക്കുകളുണ്ട്, വാവ്, ഹുറ, അലാസ് പോലെയുള്ള ചില വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനകത്തുള്ള സെൻറ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇത്തരം സെൻറ്റൻസുകളുടെ പ്രത്യേകതകൾ. കണ്ടല്ലോ, വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി, എന്ത് ഭംഗിയുള്ള സീനറിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, ഇത് ചോദ്യമല്ലേ, ഇതൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് അല്ലേ എന്ന് തോന്നും. എന്നാൽ ക്വസ്റ്റ്യൻ മാർക്കിലല്ലല്ലോ ഇത് അവസാനിച്ചിരിക്കുന്നത്, എക്സ്ക്ലമേഷൻ മാർക്കിലല്ലേ. അപ്പോൾ ഈ സംഗതി എന്താണ്? ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഹൗ ഹോട്ട് ഇറ്റ് ഈസ്, ഓ എന്ത് ചൂടാണ്, എന്ത് ചൂടാണ് അല്ലേ. വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നിൽക്കാൻ പോലും പറ്റില്ല, അമ്മാതിരി ചൂടാ. പുറത്തൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഹൗ ഹോട്ട് ഇറ്റ് ഈസ്, എന്തോരം ചൂടാണ്, എന്ത് ചൂടാണ് ഓ എന്ന് പറയാം. അതും ഒരു സഡനായിട്ടുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്ഭുതമാണ് കാണിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഒരു പൂവിനൊക്കെ നോക്കിയിട്ട് ആ ഇത് ഭംഗിയുള്ള പൂവ എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ഒരു അത്ഭുതം, ഒരു ആശ്ചര്യമല്ലേ കാണിക്കുന്നത്. ഇത്തരം സെൻറ്റൻസുകളാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മിക്കപ്പോഴും എക്സ്ക്ലമേഷൻ മാർക്കുകൾ ഉണ്ടായിരിക്കും. ഇതാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 4 തരം സെൻറ്റൻസുകളുണ്ട്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ തന്നെ വരുന്നുണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകൾ. ആ പോസിറ്റീവ് സെൻറ്റൻസിന് മറ്റൊരു പേരും അറിയപ്പെടും, അഫർമേറ്റീവ് എന്നും അറിയപ്പെടാറുണ്ട്. ഇനി ഇൻ്ററോഗേറ്റീവ്, ഇമ്പരേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കാം. ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. നമുക്കിവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എക്സ്ക്ലമേറ്ററി, അസേർട്ടീവ്, ഇമ്പരേറ്റീവ്, ഇൻ്ററോഗേറ്റീവ്. നമ്മൾ സെൻറ്റൻസുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ എന്ന് പറയുന്നതിനകത്ത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കണം. ചോദ്യത്തിനകത്ത് ഫുൾ സ്റ്റോപ്പ് വന്നിട്ടില്ല. എക്സ്ക്ലമേഷൻ മാർക്കൊന്നും വന്നിട്ടില്ല, ക്വസ്റ്റ്യൻ മാർക്കില്ല. ശരിക്കും ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കേണ്ട ഒരു സെൻറ്റൻസ് ആണ്. തീർച്ചയായിട്ടും ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സംഗതി ഏതാണ്? അതൊരു അസേർട്ടീവ് സെൻറ്റൻസ് ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്നതിനകത്ത് ആരാണ്? അസേർട്ടീവ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കായിരുന്നു, ഡിക്ലറേറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് കൊടുക്കായിരുന്നു, അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്നായിരുന്നെങ്കിൽ അങ്ങനെയും കൊടുക്കാമായിരുന്നു. ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണേ. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ചൂസ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഈ തന്നിരിക്കുന്നതിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആരാണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞിരുന്നു, കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, വാർണിംഗ്, പ്രയർ, വിഷ്, അഡ്വൈസ്, ഇത്തരത്തിൽപ്പെട്ട സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ആർ യു എ ഡോക്ടർ, ഓക്സിലറി വെർബി തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. അപ്പോൾ അതല്ല, അത് ചോദ്യമാണ്, ഇൻ്ററോഗേറ്റീവ് ആണ്. ഹൗ ഫാൻറ്റാസ്റ്റിക്, എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്, എക്സ്ക്ലമേറ്ററി. സൺഡേ ഈസ് എ ഹോളിഡേ, അതുമല്ല. പ്ലീസ് ബ്രിങ് മീ എ പീസ് ഓഫ് ചോക്ക്. പ്ലീസ് എന്ന് പറയുന്ന വേർഡ് റിക്വസ്റ്റിനെ കാണിക്കുന്നു. റിക്വസ്റ്റ് വരുന്നു ഏതിനകത്ത്? ഇമ്പരേറ്റീവ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. പ്ലീസ് ബ്രിങ് മീ എ പീസ് ഓഫ് ചോക്ക് ആണ് അവിടെ എന്തായിട്ട് വന്നിരിക്കുന്നത്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയിട്ട്. നമ്മൾ ഉത്തരം കിട്ടിയല്ലോ. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഏതാണ്? പ്ലീസ് ബ്രിങ് മീ എ പീസ് ഓഫ് ചോക്ക്. അടുത്ത നോക്കിയേ. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ പറഞ്ഞിരുന്നു. ഈ വാട്ട് കണ്ടതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്, ഇത് ചോദ്യമാണെന്ന്. എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുക. എന്ത് ഭംഗിയുള്ള സീനാണത് എന്ന് പറയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തിന് എക്സാമ്പിളായിരിക്കും? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് എക്സാമ്പിളായിരിക്കും. പോസിറ്റീവ് ഉണ്ട്, ഡിക്ലറേറ്റീവ് ഉണ്ട്, ഇമ്പരേറ്റീവ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഏതാണ് ഉത്തരം? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണത്. അടുത്ത് നോക്കിയേ. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ ചന്ദ്രൻ തിളങ്ങുന്നു. രാത്രിയിലാണല്ലോ ചന്ദ്രൻ തിളങ്ങുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതെന്തായിരിക്കും? അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ആയിരിക്കും. അസേർട്ടീവ് എന്നോ ഡിക്ലറേറ്റീവ് എന്നോ ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട്. ഓപ്ഷൻ സി ഉണ്ട്. അപ്പോൾ ഡിക്ലറേറ്റീവ് ആണ്. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്, ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത്. ക്ലിയർ ആണേ? വ്യക്തമാകുന്നുണ്ട്?
ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് എന്ന് പറയുന്നത് സബ്ജക്റ്റിലല്ല തുടങ്ങിയിരിക്കുന്നത്, ക്വസ്റ്റ്യൻ വേർഡിലല്ല, എക്സ്ക്ലമേഷൻ മാർക്കില്ല, വെർബിൽ തുടങ്ങിയിരിക്കുകയാണ്. ഹെൽപ്പ് എന്ന് പറയുന്ന വെർബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? ഇമ്പറേറ്റീവ് ആണ്. ആരാണ്? ഇമ്പറേറ്റീവ്. സി, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണത്. സോ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി എല്ലാവരും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു.